പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് രാഹുൽ ക്രൂരൻ ഇനി ട്വിസ്റ്റില്ലെന്ന് യുവതിയുടെ അച്ഛൻ. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഇനി ട്വിസ്റ്റില്ലെന്ന് യുവതിയുടെ അച്ഛൻ. പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മകളെ മർദ്ദിച്ചുവെന്നും യുവതിയുടെ അച്ഛൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ആംബുലൻസിലെ സ്ട്രെച്ചറിൽ ബെൽറ്റിട്ട് അവളെ കിടത്തിയിരിക്കുകയല്ലേ? അങ്ങനെ ഒരാളെ മർദ്ദിക്കുക എന്നത് ജീവിതത്തിൽ സ്വപ്നത്തിൽ പോലും കരുതാത്ത കാര്യമല്ലേ? എങ്കിലും ദുഃഖകരമായ സംഭവമാണത്. അവൻ ഒരുപാട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. അന്നേ മദ്യപിക്കുന്ന ആളല്ലേ? സ്ഥിരം മദ്യപാനിയാണ്. മദ്യപാനി അല്ലെങ്കിലും അവനൊരു ഫ്രോഡ് തന്നെയാണ്, ഒരു സൈക്കോ ടൈപ്പാണ്. ഇനി അവൻ ഒന്നിച്ച് ജീവിക്കാൻ തയ്യാറല്ല എന്ന് മകൾ തീർത്തു പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ പരാതി കൊടുത്തപ്പോൾ അവൾക്ക് ചില മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകി അവർ കസ്റ്റഡിയിലാക്കുകയായിരുന്നു. അങ്ങനെ മകളെ കൊണ്ട് മൊഴി മാറ്റിക്കുകയായിരുന്നു. ഭയങ്കര പീഡനം മകൾ ഏറ്റിട്ടുണ്ട്. കൈകൊണ്ട് മർദ്ദിച്ചതിനേക്കാൾ വലിയ പീഡനം വാക്കുകൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഒരുമിച്ച് ജീവിക്കാൻ ഇനി ആഗ്രഹിക്കുന്നില്ലെന്ന് അവൾ തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ കേസിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാവില്ല. അവളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. അതേസമയം പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് പുനരുജ്ജീവിപ്പിക്കാൻ നിയമോപദേശം തേടാൻ പോലീസ്. കേസ് തീർപ്പാക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ കുടുംബം കോടതിയെ സമീപിക്കും. തന്റെ മകൾ നേരിട്ടത് ക്രൂരമർദ്ദനമാണെന്നും രാഹുലിനും കുടുംബത്തിനുമെതിരായ പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും പിതാവ് പറഞ്ഞു. കറിയിൽ ഉപ്പ് കുറഞ്ഞെന്നാരോപിച്ചാണ് രാഹുൽ യുവതിയെ മർദ്ദിച്ചത്. തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റ യുവതിയെ രാഹുലും അമ്മയും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. സംഭവത്തിൽ നരഹത്യ, ഗാർഹിക പീഡനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനു പുറമെ പഴയ കേസ് പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കുമോ എന്ന നിയമോപദേശം തേടിയിരിക്കുകയാണ് കുടുംബവും പോലീസും. ഇക്കഴിഞ്ഞ മെയിലാണ് രാഹുലിനെതിരെ യുവതി ആദ്യ ഗാർഹിക പീഡന പരാതി നൽകിയത്. കേസിൽ വീഴ്ച വരുത്തിയെന്ന കാരണത്താൽ പന്തീരങ്കാവ് ഇൻസ്പെക്ടർ അടക്കം 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ യുവതി പരാതിയിൽ നിന്ന് പിന്മാറിയതോടെ 1 മാസം മുമ്പ് ഹൈക്കോടതി ഈ കേസ് റദ്ദു ചെയ്യുകയായിരുന്നു.